മാഷേ, സ്കൂളിൽ പോയില്ലേ മാഷേ? പോയില്ല. ഒരു മനുഷ്യന് ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്. എന്താ ഇത്ര രാവിലെ? ഒരു കുറി എടുക്കോ മാഷേ? എന്തിന്? ഒരെണ്ണം എടുക്ക് മാഷേ. എന്നാ ഞാൻ പോവാണേ മാഷേ. ശരി. നീ ഇതാരാണാവോ? നീ ഇതുവരെ പോയില്ലേ? ഞാനൊരു കാര്യം മറന്നുപോയി മാഷേ. ഞാൻ തുമ്മേ തന്ന കടലാസിന്റെ പിറകിൽ ഒരു കുറിപ്പുണ്ട്. അതെന്റെ ബുക്കിൽ എഴുതണം. പിന്നെ ആർക്കാ കൊടുത്തേന്ന് എഴുതണം. ഞാനത് മറന്നുപോയി. ഒന്ന് വായിച്ചു തരുമോ? ഞാൻ മനുഷ്യരുടെയും ദൈവദൂതരുടെയും ഭാഷയിൽ
ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എഴുതിയോ? ഞാൻ പോവാണേ മാഷെ. അപ്പൊ ഇതിൽ പേരെഴുതണ്ടേ? പിന്നെ കൊത്താതെ ഇന്നലെ എന്റെ ചൂണ്ടെ കൊത്തിട്ട് പോയ ആ മീനിന്റെ ഞാൻ ഇന്ന് പിടിക്കൂടാ. അമ്മ വിടായിട്ടാരാ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ താമസിച്ചിറങ്ങി ആ കടുവയുടെ മുമ്പിൽ കൊടുക്കും. കടുവയുടെ കാര്യം പറഞ്ഞപ്പോളാ ഇന്ന് പരീക്ഷ ഉണ്ട്. മനു പഠിച്ചോ? ഓ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. നീ ധൈര്യമായിട്ട് നീ ചൂണ്ടയിട്, ഞാൻ തോർത്തും വീശി നോക്കട്ടെ. അങ്ങോട്ട് മാറി നിന്ന് വീശടാ. നീ ഇവിടെ നിന്ന് വീശ എന്റെ ചൂണ്ടയുടെ പരിസരത്തെങ്ങും മീൻ വരില്ല. നിന്നെയൊക്കെ സമയത്തിന് ക്ലാസ് കണ്ടില്ലെങ്കിൽ തല്ലി തോല് വിളിക്കും ഞാൻ. കൊട്ട മീൻ പിടിച്ചപ്പോ നനഞ്ഞതാ. ശ്രുതി, നീ ഇന്ന് ഹോംവർക്ക് ചെയ്തു? എനിക്കൊന്ന് തരുമോ? ഇന്ന് സക്കറിയ സാറിന്റെ എക്സാം ഉള്ളതാ, എനിക്ക് പഠിക്കണം. നീ ഒന്ന് പോയേ. ഓ, ഒരു പഠിത്തക്കാരി. എടാ, അത് ഹരി എഴുതിയതാ. നീ എന്നെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കൂലേടാ? ഇത്ര കാലം ഇതിൽ നിരങ്ങിയിട്ട് മര്യാദക്ക് ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാൻ പഠിച്ചിടാ.
നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് 2 വാഴ വെച്ചിരുന്ന കായലും കിട്ടിയാൽ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെയൊക്കെ പറഞ്ഞു വിടുന്ന തന്തയും തള്ളയും വേണം പറയാൻ. ഇരിക്കും. പരീക്ഷ പറഞ്ഞിട്ടില്ല. പേപ്പർ എടുക്കും. എല്ലാം പഠിച്ചോളണമല്ലോ അല്ലേ? ചോദ്യം ഞാൻ ബോർഡിൽ എഴുതും. ആരെങ്കിലും കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ അറിയാലോ. ഒന്ന് വൃത്തിയാക്കി വെച്ചുവിടുക ഇതൊക്കെ. കോപ്പി അടിക്കണം. മാഷേ, ചോക്ക്. എന്തെടുക്കുവാ മാഷേ? ഇത് ആരുടെ കണ്ണടയാ മാഷേ? ഇതെങ്ങനെ പൊട്ടിയേ? എന്താ മാഷേ ഒരു വല്ലായ്മ പോലെ? ഹേയ്, ഒന്നുമില്ല. അല്ല, സാറിന് ക്ലാസ് ഇല്ലേ? ആ ഉണ്ട് മാഷേ, 7ാം ക്ലാസ്സിലാ. എന്നാ ഞാൻ പോടാ മാഷേ. ശരി സാർ. കണ്ണട മനുവിൻ്റെതാണല്ലേ മാഷേ? തല്ലിയപ്പ പൊട്ടിയതാണല്ലേ? സാരമില്ല, ആരും അറിയണ്ട. മനു, മനു പാവമാ മാഷേ.
നീ എന്താണ് ഇത്ര വൈകിയേ? അത് ഞാൻ ഹരിയനോട് കളിച്ചോണ്ടിരിക്കും. നിനക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ വന്നൂടല്ലേ? ഇതെന്താടാ ഉടുപ്പേരൊക്കെ നിറച്ച് ചെളി? ഇതെവിടുന്ന് പറ്റിയതാ? അത് ഞാൻ ചൂണ്ടയിട്ടപ്പോ ആയതാ. ഓ, എന്താടാ നിന്റെ കണ്ണട ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ? അത് പൊട്ടിപ്പോയെന്ന്. പൊട്ടിപ്പോയെന്നോ? എങ്ങനെ? അത് കളിച്ചപ്പോ പൊട്ടിയിരുന്നു. നിനക്ക് നാണമില്ല ഇത് പറയാൻ? കളിച്ചപ്പോ പൊട്ടിപ്പോയി പോലും. ഇത് എത്രാമത്തെ കണ്ണടയാടാ? അത് ഞാൻ ഒട്ടിച്ചെടുത്തില്ല അമ്മ. നീ കൊണ്ടാലേ പഠിക്കുള്ളല്ലേ? കണ്ണാടി പൊട്ടിച്ചിട്ട് നീ ഒന്ന് മൂങ്ങുന്നോ? മാഷെ, എന്തൊരുറക്കോ ഇത്! എഴുന്നേറ്റേ, ഈ മരുന്ന് കഴിച്ചേ. സുഖം തോന്നുന്നുണ്ടോ? ആരോ വന്നെന്നുള്ളൂ. എന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ആരിത്? മനുവോ? നിന്നെ കണ്ടില്ലോ എന്ന് ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ടീച്ചറെ കുറവുണ്ടടാ. മാഷ് ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞിട്ടിരിക്കുക. ഇതെന്താ കയ്യിലൊരു പൊതി? അപ്പൊ എനിക്കൊന്നുമില്ല. വാ മോനെ. മാഷേ. ആ മനുവോ? എങ്ങനെയുണ്ട് മാഷേ? കുറവുണ്ടടാ, നീ ഇരിക്കേ. കാണാൻ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ മാഷേ. ഇപ്പൊ കുറച്ച് നന്നായിട്ടുണ്ടല്ലേ മനു? പിന്നെ മാഷ് ചുള്ളനല്ലേ. നീ എപ്പോ പോന്നു അവിടുന്ന്? ഞാൻ രാവിലെ പോന്നായിരുന്നു മാഷേ. നിന്നോട് എത്ര തവണ പറഞ്ഞതാ മനു ഇത്ര ദൂരം വണ്ടി ഓടിച്ച് വരണ്ട എന്ന്? അതിന് ചില്ലറ ദൂരമാണോ എങ്ങാനുമാണോ ഉള്ളേ? അതിനിപ്പോ എന്താ ടീച്ചറെ, എന്റെ മാഷെ കാണാനല്ലേ. മാഷും ഒരു ശിഷ്യനും. അല്ല, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? കാലിന് ചെറിയ നീരുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല മാഷെ. മാഷിന് ശരിക്കും സുഖമായോ? ആ, കുഴപ്പമില്ലടാ, നടക്കാനൊക്കെ തുടങ്ങി പിള്ളേരെ പോലെ. മാഷ് ഇതൊന്ന് തുറന്നു നോക്കി. എന്താ ഇത്? തുറന്നു നോക്ക് മാഷേ. എന്താടാ ഇതില്? നീ കണ്ണട ഇതുവരെ കളഞ്ഞില്ല മനു. ഇത് കാണുമ്പോൾ എനിക്ക് നിന്നെ വേദനയോടുകൂടി മാത്രമേ ഓർക്കാൻ പറ്റൂ മനു. മാഷേ, എന്ത് വേദനയാ മാഷേ? ആ കണ്ണട ഇനി മാഷിന്റെ വേദനയല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാ. വാങ്ങിച്ചോ മാഷേ. എന്താ മാഷേ, എന്താ പറ്റി? ഏയ് ഒന്നുമില്ല.